റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ നടത്തിയ നിർണായക നീക്കങ്ങളിൽ ഒന്നായിരുന്നു റഷ്യൻ സർക്കാർ നിയന്ത്രിത മാധ്യമങ്ങളായ RT, അതായത് റഷ്യ ടുഡേ, സ്പുട്നിക് എന്നിവയെ നിരോധിക്കുക എന്നത്. ഈ നീക്കം റഷ്യയുടെ ആഗോള സ്വാധീനം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് ഈ മാധ്യമങ്ങളെ നീക്കം ചെയ്യുന്നതിലൂടെ റഷ്യയുടെ പ്രചാരണം തടയാനും യുക്രൈനെ കുറിച്ചുള്ള വിവരങ്ങൾ പാശ്ചാത്യ വീക്ഷണകോണിൽ നിന്ന് മാത്രം അവതരിപ്പിക്കാനും സാധിക്കുമെന്നും അവർ കണക്കുകൂട്ടി. എന്നാൽ ആ പ്രതീക്ഷകൾക്ക് വിപരീതമായി റഷ്യൻ മാധ്യമങ്ങൾ കൂടുതൽ തന്ത്രപരമായി ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അമേരിക്ക, ലാറ്റിൻ അമേരിക്ക, മിഡിൽ ഈസ്റ്റ്, ഏഷ്യ തുടങ്ങിയ മേഖലകളിൽ റഷ്യയുടെ മാധ്യമ സാന്നിധ്യം മുൻപത്തേക്കാൾ ശക്തമായിരിക്കുന്നു. ഈ മുന്നേറ്റം കേവലം ഒരു മാധ്യമ യുദ്ധമല്ല, മറിച്ചൊരു പുതിയ ലോകക്രമം രൂപപ്പെടുത്താനുള്ള റഷ്യയുടെ ശ്രമങ്ങളുടെ ഭാഗമാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ മാധ്യമങ്ങളെ നിരോധിച്ചത് അവ വ്യാജ വാർത്തകളും തെറ്റായ വിവരങ്ങളും പ്രചരിപ്പിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ്. പാശ്ചാത്യ മാധ്യമങ്ങളുടെ ആധിപത്യം നിലനിർത്താനും റഷ്യ ഒരു സ്വേച്ഛാധിപത്യ ഭരണകൂടമായി മാത്രം ചിത്രീകരിക്കാനും ഈ നിരോധനം അവരെ സഹായിക്കുമെന്ന് അവർ കരുതി.